കേരളത്തിൻ്റെ അതിപുരാതനമായ തീരങ്ങളിലൊന്നാണ് ഇത്. ഒഴുക്കുതോട് തീരം എന്നറിയപ്പെടുന്ന ഈ തീരം കൊല്ലം ശക്തികുളങ്ങര നീണ്ടകര തുറമുഖത്തിന് തെക്ക് ഭാഗത്തായി തിരുമുല്ല വാരത്തിന് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യും. ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു കേന്ദ്രമാണ്. ഇവരിവിടെ ഈ തീരക്കടലിലെ പാരുകളിലും കല്ലുകളിലും ഉള്ള റാള്, അതായത് ലോബ്സ്റ്റർ, തീരക്കടലിലെ റാള് കുഞ്ചുകൾ, അതാണ് ഇവിടെ കൂടുതലായി പിടിച്ചെടുക്കുന്നത്. കല്ലിൽ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലോബ്സ്റ്ററുകളെ ഇവർ പിടിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവരിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ വരവാണ് ഇന്ന് കാണിക്കുന്നത്. കടലിലെ വെള്ളത്തിൽ ആ വ്യത്യാസമുണ്ട്. കടലിലെ വെള്ളം കറവെള്ളം പോലെയുള്ള ഒരു തെക്കൻ കടലിലെ വെള്ളം ഇങ്ങനെ വരികയും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് സാധാരണ ഇത് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ദാസൻ എന്നറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ പിതാവും വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഈ റാള് കുഞ്ചുകൾ പിടിക്കുന്നതിൽ കല്ലിൽ ഈ വല വെച്ചിട്ട് പിടിക്കുന്നതിൽ വളരെ പ്രത്യേകതയുള്ള ആളായി. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് ഇദ്ദേഹത്തിന് ഏണ്ടും 70 വയസ്സിന് മുകളിലായി. 50 വർഷത്തെ മത്സ്യബന്ധന രംഗത്തുള്ള സൂക്ഷ്മമായ മത്സ്യബന്ധനം, അദ്ദേഹം യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിലും അതുപോലെ തന്നെ പരമ്പരാഗത മത്സ്യബന്ധനത്തിലും അഗ്രഗണ്യനായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്നത്തെ കാച്ചിങ്ങാണ്. ഇന്നിപ്പോൾ അവരുടെ വലയിൽ ഒരു പ്രത്യേകതരം പായലാണ്. അപ്പോൾ അതിന് എന്താണ് ഇന്നത്തെ കല്ലിൽ പിടിക്കുന്ന പായല് വലയിൽ ഉടക്കുക. അത് വലിയ ജോലിയാണ്. അത് ചുറ്റിക്കളയുക. ഒന്നും കിട്ടിയില്ല. നമ്മൾ 4 ആള് വെറുതെ പോയി 2 ദിവസം പണിയ. 200 രൂപ വീതം പോലും കിട്ടത്തില്ല. അത്രയും കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ 12 മണിയാവും കലക്ക് കയറാം. ഇത് ഇന്ന് കിട്ടിയ ഇപ്പം നിങ്ങൾക്ക് മോശമാണെന്ന് പറഞ്ഞില്ല. ഇന്ന് കിട്ടിയ ഇതിനെക്കുറിച്ചൊന്ന്, ഇതെന്താണ്, ഇത് എന്തൊക്കെയാണ് ഈ മത്സ്യങ്ങൾ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇന്നത്തെ മത്സ്യമൊക്കെ ചീഞ്ഞു പോയി. അത് പറയണ്ട. പിന്നെന്തൊക്കെയാണ്? പിന്നെ ഒരു കോര. ഇതെല്ലാം കല്ലിൻ്റെ ഇടയിൽ നിൽക്കുന്ന പ്രത്യേകതരം മത്സ്യങ്ങളാണ് ഇവർ പിടിക്കുന്നത് കൂടുതലും. അതുപോലെ തന്നെ കൊഞ്ചെടുക്കുന്നത്. പിന്നെ ഈ മീൻ എന്താണ് ഇത്? ഈ സ്രാവ് എങ്ങനെയാണ് തീരക്കടലിൽ വരുന്നത്? സ്രാവ് കരക്കടലിലെല്ലാം ഉണ്ട്. ഇതിനാണ് വലയിടുന്നത്. കല്ലുറാള്, ലാപ്സറെന്നാണ് പേര് ഇംഗ്ലീഷിൽ. കല്ലുറാൾ. ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ വില? ഇത് 1 കിലോ 2000 രൂപ. ഇത് നമ്മൾ കഴിക്കുന്നതാണോ അതോ എക്സ്പോർട്ട് ചെയ്യും? ഇത് എക്സ്പോർട്ടിംഗ് അല്ല, എക്സ്പോർട്ടിംഗ് ആണ്. എക്സ്പോർട്ടിംഗ്. ഇന്ന് ഇത് എത്ര എണ്ണം കിട്ടി? 2 എണ്ണം കിട്ടിയത്. 1/2 കിലോ പോലും മരിച്ചില്ല. ബാക്കി ആ മീൻ എന്താണ്? അത് പോലെ കോല കുറുകല്ല, കല്ലില്ല. എന്താ ഇത് കല്ലിൽ നിൽക്കുന്ന മത്സ്യമാണോ? കല്ലിൽ കൂടുതൽ. കല്ലില്ലാത്ത ആൾക്കൊക്കെ കാണും. ഇവർ 5 പേരാണ് ഈ ഇങ്ങനെ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്നത്. 5 പേരും. അപ്പോൾ എങ്ങനെയാണിത് നിങ്ങൾ വലയൊക്കെ എപ്പോഴാണ് നീട്ടുന്നത്? വല നീട്ടുന്നത് എപ്പോഴാണ്? വല നീട്ടുന്നത് ഞങ്ങൾ വൈകിട്ടിടും, രാവിലെ ഇടും. പ്രകൃതി അനുസരിച്ച് ഇടും വല. പ്രകൃതി അനുസരിച്ച് നല്ല അന്തരീക്ഷമാണെങ്കിൽ നേരത്തെ രാവിലെയൊക്കെ ഇടും.
5 പിറ്റേന്ന് വൈകിട്ട് പിടിക്കും. രാവിലെ രാവിലെ 24 മണിക്കൂർ. 24 മണിക്കൂർ. അതെ, കറക്റ്റ് 24 മണിക്കൂർ. ആ, പേരെന്താ ചേട്ടൻ്റെ? എൻ്റെ പേര് ആൻ്റണി. എത്ര വർഷമായിട്ട്? എനിക്ക് 70 വയസ്സ് പ്രായമുണ്ട്. ഏതാണ്ട് ഒരു 10-15 വയസ്സ് പ്രായമായപ്പം ഈ ഫീൽഡിലോട്ട് ഇറങ്ങി. ഈ കല്ലെന്താ, ഈ കല്ല് ഇതിനകത്ത് വരുന്നതാണോ? കടലിലെ കല്ലാണ്. കടലിലെ കല്ലാണ്. കടലിൽ കിടക്കുന്നു. അങ്ങനെ വലയിൽ കുലുക്കും. ഉപയോഗമുള്ളതാണെങ്കിൽ എടുക്കും. ഉപയോഗമെന്ന് വെച്ചാൽ വലയിൽ കെട്ടാൻ. അതിലേക്ക് ചെറുതാണെങ്കിൽ പുറത്ത് കളയും. ഈ പായല് ഇത് വിഷമുള്ളതാണോ അതോ? അല്ല അല്ല, ആ. അതിൽ വിഷമില്ല. ഈ പായൽ വരുമ്പോൾ എന്താ സൂചന? കടലിലൊന്നും ഇല്ലെന്നാണോ? ഇത് പായൽ കല്ല് പിടിക്കുന്ന. ആ, ആ. ഈ കായലില് ഒന്നുമില്ല, കടലേ ഉള്ളു. വല കീറാറുണ്ടോ? വല കീറും. വല കീറും. ഇത് വർഷത്തിലെ എല്ലാ മാസവും ഇതുണ്ടാവും ഈ കായലുണ്ടാവും. പായലല്ല, എല്ലാ മാസവും അല്ല ഈ കൊഞ്ചുകളെ വർഷത്തിലെ 365 ദിവസവും ഇവർ ഫിഷിങ്ങിനായി പോകും. അപ്പോൾ അത് ഈ കൊഞ്ച് ഒരു സീസണുണ്ട്. അതിൻ്റെ സീസൺ സമയം എപ്പോഴാണ്? ജൂൺ ജൂലൈ ആവശ്യമില്ല. അപ്പോൾ ആ സീസൺ ആണോ ഈ വരാൻ പോകുന്നത്? ആ, വരാൻ പോകും. അപ്പോൾ എങ്ങനെയാണ് ക്യാച്ചിങ് ആ സമയത്ത്? 25,000 കിട്ടും, 50,000 കിട്ടും, 10,000 കിട്ടും. അപ്പോൾ അത് കുറേശ്ശെ കിട്ടും. ഒന്നും കിട്ടാത്ത സമയമുണ്ട്. ഉണ്ട്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് എത്രത്തോളം വള്ളങ്ങൾ പോകുന്നുണ്ട്? ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു വെള്ളമേ പോകുന്നുള്ളൂ. ഞങ്ങളിവിടെ ദൂരിട്ടകം പോകത്തില്ല. ഇല്ല. 5 ദിവസം എപ്പായി അടുത്ത സൈറ്റിലേ എടുത്തോളൂ. എപ്പായോണ്ട് ദൂരെ അങ്ങ് പോകും. ഇതെവിടെ ഈ വല നീട്ടുന്നത്? ഇവിടെ കല്ലിനകത്ത്, കല്ലിൻ്റെ പുറത്ത്. ഇവിടുന്ന് അങ്ങ് എത്തുമ്പോൾ ഒരു 1 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. എന്ത് കല്ല അത്? അതിന് പേരുണ്ടോ? ഇത് ഒഴുക്കുകൊടുന്ന വേറൊന്നുമില്ല, കല്ലിന്? കല്ലില്ല. ആ, തീരക്കടല്ല. 10 മാറ് വരെ കല്ല. കല്ല. അപ്പോൾ അത് വല കീറാതെ എടുക്കും. അതിനുള്ള അതറിയാം. അതൊക്കെ കീറും. വല കീറും. വല കീറുമ്പോൾ കൊത്തി കളഞ്ഞുകൊണ്ട് വേറെ പുതിയ വല മേടിച്ച് ശരിയാക്കും. ഈ മണി റോപ്പിൽ അങ്ങനെയൊക്കെ ആ വലയല്ല. വല 300 രൂപയുടെ വല വേണം. താങ്കളുടെ പേരെന്താ? വില്യം. വില്യം. ആ, ഇത് എത്ര നാളായിട്ട് ഇതിന് ഈ മത്സ്യബന്ധനം നടത്തുന്നു? ഞാനൊരു 45 വർഷം. ജീവിത നിലവാരമൊക്കെ എങ്ങനെയുണ്ട്? മെച്ചപ്പെട്ടോ? ആ, വലിയ കുഴപ്പമില്ല. കടലിലെ ട്രോളിംഗ് ബോട്ടിലെ ഫിഷിങ്ങിന് പോകാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇത് തന്നെ. ഇവിടെ യന്ത്രവൽകൃത മേഖല വളരെ സജീവമായിട്ടുള്ള ശക്തികുളങ്ങര, നീണ്ടകര ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ്. ഇവർ പരമ്പരാഗത മേഖലയിൽ തന്നെ നിലയുറപ്പിച്ച് മത്സ്യബന്ധനം നടത്തുന്നു. ഇതിപ്പോൾ പലതരം ഇതിന് പോകുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഇവരൊന്ന് മീൻ നിങ്ങളെന്ത് വിലയാണ് ഉപയോഗിച്ചത്? മീൻ പണിയാണ്. ഇന്നിപ്പോൾ എന്ത് മോശമാണോ? മോശം പണി. തെക്കോടിഞ്ചാറൻ മൺസൂറിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കടലിലെ നീരൊഴുക്ക് മാറുകയും കടൽ ക്ഷോഭിക്കുകയും വർഷം വരികയൊക്കെ ചെയ്യുമെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇത്തവണ അവർക്ക് തുടക്കം അത്ര ശുഭകരമല്ല എങ്കിലും അവർ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് ഒരു മൺസൂൺ കാലം.